നമസ്തേ, പ്രീതാസ് കെയറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളിക്കറിയാണ്. ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഊണ് കുശാലായി, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 തക്കാളി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയതല്ല എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം കറി ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് തക്കാളി എടുത്തോളൂ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതാ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണല്ലോ, ഇതുപോലെ നീളത്തിലാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയല്ല, ഹോൾ മല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. കുത്തുള്ളിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി അല്ലി ആണെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ എടുത്തിട്ടുള്ളൂ. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 10 12 വെളുത്തുള്ളി അല്ലി എടുത്തോളൂ. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുപ്പൊടിയല്ല, കുരുമുളകും എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഓരോന്നായിട്ടാണ് എടുക്കുന്നത്. കുരുമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലി എടുത്ത അതേ അളവിൽ തന്നെ കുരുമുളകും കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തില്ലേ, ഇനി നമുക്കിതൊരു ഒരു വലിയ ജാറിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാറിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടു എന്നേ ഉള്ളൂ. ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ. ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കഴുകിയെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 3 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്യാം. മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, തക്കാളിയുടെ അരപ്പ്, ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട, കാരണം തക്കാളിയുടെ പുളി അത്യാവശ്യമുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം മതി. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇടുമ്പോൾ ആ വീഡിയോ കട്ടായിപ്പോയി. കറിയുടെ മീതെ മഞ്ഞൾപ്പൊടിയുടെ കാണാനില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നേരൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വെന്തോട്ടെ. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ചൊന്ന് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി എരിഞ്ഞ മല്ലിയില കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി തിളപ്പിക്കുക. ഒരു 1-2 തള തിളപ്പിച്ചാൽ മതി. മല്ലിയില ഇട്ടതിന് ശേഷം വീണ്ടും 1-2 തള തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ഒഴിക്കേണ്ടതെന്ന് ആവശ്യമില്ല, കാരണം ആദ്യം നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ തിക്നെസ് നിങ്ങൾക്ക് എത്രമാത്രം ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ് കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളിക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.